ഹായ് അസ്സലാമു അലൈക്കും. അപ്പം കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരുള്ളവർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഒരു പുതിയ സ്ഥലത്താണ്, പുതിയൊരു ജോബിലേക്ക് ഞാൻ കയറിയിരിക്കുന്നു. പുതിയൊരു ജോബൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി സൗദിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ട് 2 മാസം ആവാൻ പോകണം കേട്ടോ. ഈ ജൂലൈ 6 ആകുമ്പോഴത്തേന് 2 മാസമാവും. ഇവിടെ വന്ന് ഫസ്റ്റ് മന്ത് തന്നെ എനിക്ക് ഞാൻ ജോയിൻ ചെയ്തതാണ്. അതായത് ഓഫീസിൽ ഞാൻ വരുന്നില്ലെന്നേ ഉള്ളായിരുന്നു, ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് അർമേനിയൻ്റെ വേക്കൻസീസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ വേക്കൻസീസാണ്. അപ്പം ഇനി സൗദിയിൽ പോകുന്നില്ലേന്ന് കുറേ ചോദ്യങ്ങൾ വരും. പോകുന്നില്ലേന്ന് കുറേ പേര് ചോദിക്കുന്നുമുണ്ട്. ഞാൻ ആർക്കും വ്യക്തമായൊരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനതിനൊരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഞാനിവിടെ 2 വർഷം മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. കാണിച്ചു തരാവേ. ഇതാണ് മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലം. ഔട്ട് പോസ്റ്റ് ഗ്ലോബൽ സൊല്യൂഷൻ എന്നാണ് കേട്ടോ ഓഫീസിൻ്റെ പേര്. 2 വർഷത്തിന് ശേഷം വീണ്ടും ഞാനിവിടെ റീജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ സൗദിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന ഈ കസേര എൻ്റെ ക്യാമ്പിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൗദിയിൽ പോയപ്പോൾ. അപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ സൗദി നിർത്തിയോന്ന്. വിശദമായിട്ട് പറയട്ടോ. സൗദിയിൽ നമ്മൾ അവിടെ നിന്ന് നിർത്തിയാണ് വന്നത്. അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ടാണ് വന്നത്. നമ്മൾ കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അറബി വീട് ഇഷ്ടമല്ലാഞ്ഞിട്ടോ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ കോക്കോയെ പിരിയാൻ ഇഷ്ടമുള്ള കോക്കോയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രദറിൻ്റെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. എല്ലാ ദിവസവും വിളിക്കാറൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് അവളെ പോകാൻ പറ്റില്ല, അവളെ കാണാൻ പറ്റില്ല. ആ ഒരു വിഷമം എനിക്ക് ഇക്കായ്ക്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ലപോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി വരാനൊരു കാരണം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ മോനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ. മോനിക്ക് വന്ന പാടെ ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നല്ലോ. അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമമാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനങ്ങനെ കാണിക്കാറില്ല വിഷമങ്ങളൊന്നും. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് ലൈവ് പോലും ചെയ്യാൻ പറ്റാത്തത്. എപ്പോഴും ലൈവ് ഇട്ടാലും എല്ലാവരും ചോദിക്കും എന്നാ തിരിച്ചു പോകുന്നേ ചോദിക്കും. അപ്പോൾ എല്ലാവരുടെ നമുക്ക് കള്ളം പറയുന്നത് ശരിയാണ്. നമുക്ക് ഒരു പരിധി വരെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സത്യം പറയേണ്ടി വരത്തില്ലേ. പിന്നെ അതിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് ചിന്തിക്കാം, ബെറ്ററായിട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ തന്നെ ജോയിൻ ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യം ഞാൻ ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇനി ലൈഫിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെയും താല്പര്യം. അത്യാവശ്യം നമ്മളിപ്പോൾ നഴ്സിങ്ങിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൻ്റെയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ സൗദിയിൽ നിന്ന് അവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ടാണ് എന്നെ വന്നത്. എക്സിറ്റ് മാമാടുത്തും ബാബാടുത്തും പറഞ്ഞിട്ട് തന്നെ വന്നത്. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കും വിഷമം ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും അവിടെ ആ രീതിയിലാണ് അവരുടെ അടുത്ത് നിന്നിട്ടുള്ളത്. അവർ തിരിച്ചും അതേപോലെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാം നല്ലത് മാത്രം കാണിക്കുന്നുള്ളൂ. നമുക്ക് ചീത്തയായിട്ടൊരു അനുഭവങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ ചില ഫീലിങ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാട് ഉമ്മ മരണപ്പെട്ടപ്പോൾ നമുക്ക് വരാൻ പറ്റിയില്ല നാട്ടിൽ. അതിന് ഇക്കാക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും മക്കളുടെ കാര്യത്തിലാണ് കേട്ടോ. മക്കളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവാണ്. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളായിട്ടൊന്നും അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല.
പിന്നെ മോനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ ഷോർട്സിലൊക്കെ, അവൻ ഹോസ്പിറ്റലിൽ അസുഖം പനി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 2 വർഷവും ഉമ്മ ആണ് മക്കളെ നോക്കിക്കൊണ്ടിരുന്നത്. ഉമ്മ അത്യാവശ്യം നല്ലതുപോലെ ഉമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഉമ്മ മക്കളെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വികൃതിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ മോന്. അപ്പോൾ അയാൾക്ക് ഈ അലർജി ഒരു വലിയ പ്രശ്നമാണ്. അയാൾക്ക് ഫുൾ അലർജിയാണ്. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പം അയാൾക്ക് അലർജി കൂടി നിൽക്കുന്ന സമയമായിരുന്നു. ഏതാണ്ട് IG ടെസ്റ്റ് ചെയ്തപ്പോൾ 5000 സംതിങ് ഉണ്ടായിരുന്നു അലർജിയൊക്കെ. അപ്പോൾ ഇങ്ങനെ മാസാമാസം അയാൾക്ക് ഇങ്ങനെ മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുക, ടാബ്ലറ്റ് കഴിക്കാൻ, മരുന്ന് കുടിക്കുക, അതായിരുന്നു. അപ്പം ഞാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്ററായിട്ട് നിൽക്കും. അസുഖങ്ങളുണ്ടായിരിക്കും ഒരു വഴി കൂടി, പക്ഷെ എന്നാലും കുറച്ച് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും അവരെ. ഉമ്മയ്ക്കാകുമ്പം ഉമ്മ അവരുടെ ഇഷ്ടത്തിന് ഉമ്മ വിടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പഠിത്ത കാര്യങ്ങളും കൂടെ ശ്രദ്ധ, ഇനിയിപ്പോൾ 5ാം ക്ലാസ്സിലാണിപ്പം. പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ എനിക്ക് ശ്രദ്ധിക്കണം എന്നൊക്കെയുണ്ട്. അങ്ങനെയാണ് അവിടെ വെച്ച് തന്നെ ആ തീരുമാനം എടുത്തിട്ടാണ്. ഞങ്ങൾ ഫുള്ളും എടുത്തില്ലായിരുന്നു, നിർത്തണമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ചെയ്ത കാര്യമാണ് കേട്ടോ. വരുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ് സത്യത്തിൽ ഞങ്ങൾക്കും എക്സിറ്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത് നല്ലതുപോലെ. പിന്നെ ആ നാടും ആ സ്ഥലവും ആ വീടും അവിടുത്തെ ചുറ്റുവട്ടങ്ങളും കോക്കോയും അതെനിക്ക് എപ്പോഴും ഒരു ഓർമ്മ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിലൊരു നല്ലൊരു ഘട്ടം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഒരുപാട് ജോലിഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറൊരു തരത്തിലൊരു ഹാപ്പി ആയിരുന്നു. എന്തോ വിഷമമുണ്ട് കേട്ടോ. അവിടുന്ന് ഇനി പോകാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ടല്ലോ. ഇനി അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. ഒരു വീട്ടുജോലിക്കാരി എന്നതിലുപരി എനിക്ക് അവരോട് എന്തോ ഒരു ഇഷ്ടമായിരുന്നു, അവർക്ക് എന്നോടും എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഞാനും മാമായൊന്നും ഒരുപാട് സംസാരിക്കത്തെയും മിണ്ടത്തെയൊന്നും ഇല്ല. എന്തെങ്കിലും നമ്മുടെ ജോലി സംബന്ധമായ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. അതണക്കെ അവിടുത്തെ എല്ലാവരും, ബാബ ആയാലും നാഫ ആയാലും ദാന ആയാലും, എനിക്ക് അവരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. തിരിച്ചും എന്നോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടം. നമ്മൾ ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ നോവിച്ചിട്ടില്ല, വിഷമിപ്പിച്ചിട്ടില്ല. തിരിച്ച് നമ്മൾ അവരുടെ അടുത്ത് എത്രത്തോളം നമുക്ക് അവരെ ജോലി ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്താവൂ അത്രത്തോളം നമ്മളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു അവിടുന്ന് തിരിച്ചായി ഇറങ്ങുന്ന ലാസ്റ്റ് മൊമെൻ്റൊക്കെ. പിന്നെ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാവരും കോക്കോയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എന്നേക്കാൾ ഉപരി കോക്കോയോട് എല്ലാവർക്കും ഒരുപടി ഇഷ്ടം കൂടുതലാണ്. അപ്പം ഇനി കോക്കോയെ നമ്മൾ വീഡിയോസിൽ കാണിക്കുക. എനിക്ക് അവിടെ ചെന്നിട്ടും ഇവിടെ വന്നിട്ടും കോക്കോൻ്റെ വീഡിയോസ് ഇടാൻ തന്നെ എനിക്കൊരു ഇതായിരുന്നു. എൻ്റെ ബ്രദറിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇടാനെന്ന പോലെ എനിക്ക് ഭയങ്കര മിസ്സിങ് തോന്നിക്കും, വിഷമം തോന്നിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസിൽ കോക്കോ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കില്ല. അതാണ് നമ്മുടെ മെയിൻ വിഷയം. വീഡിയോസൊക്കെ ഞാൻ എടുത്തിടാം. ഞാൻ എൻ്റെ തോളയിലിരിക്കുകയോ നമ്മളോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഞങ്ങൾ നേരിട്ട് കാണുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്നെ എല്ലാവരും അറിയാൻ തുടങ്ങിയത് കോക്കോ ഉള്ളത് കൊണ്ടാണ്. കോക്കോയെ വെച്ച് തുടങ്ങിയൊരു ചാനലാണിത്. അപ്പോൾ കോക്കോ ഇനി മുതൽ നമ്മുടെ ചാനലില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കില്ല എന്ന് നിങ്ങളെയും കൂടെ അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ പുതിയ ജോലിക്കും കൂടെ കയറി, നിങ്ങളെ അറിയിക്കണം എന്ന് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ എനിക്ക്. അവിടുത്തെ വീട്, അവിടുത്തെ ഓരോ സാധനങ്ങളും, അവിടുത്തെ മുക്കും മൂലയും എനിക്ക് നല്ലതുപോലെ അറിയാം. 2 വർഷം കുറച്ച് സന്തോഷവും പ്രയാസവും ബുദ്ധിമുട്ടും എല്ലായിടത്തുനിന്നും കൂടെ എനിക്ക് അവിടെ ഇഷ്ടമായിരുന്നു. എന്തോ ഹൗസ് മെയ്ഡ്, ഒരു വീട്ടുജോലിക്കാരി എന്നതിലുപരി ഞാൻ ആ ഒരു നാടിനോട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അതിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. പോകണമെന്ന് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട് ആഗ്രഹം. പക്ഷെ മക്കൾ, അവരെ നമുക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ തളരില്ല. നമ്മൾ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യണ്ടേ. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസും കാര്യങ്ങളും
ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പം വേക്കൻസീസൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഞാൻ യൂട്യൂബിൽ അങ്ങനെ എപ്പോഴും വേക്കൻസീസ് ഇടാറില്ല, കൂടുതൽ ഇൻസ്റ്റയിലാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഓഫീസിലെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഇടും. എൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ, ഞാൻ താമസിക്കുന്നതിന് അടുത്ത് തന്നെയാണ്, എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓഫീസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഇനി സൗദിയിലേക്കില്ല എന്നാണ്. എക്സിറ്റാണ് വന്നത്. കോക്കോ ഇനി നമ്മുടെ വീഡിയോയിൽ ഞങ്ങളുടെ കൂടെ കാണില്ല. എന്നോട് എല്ലാവരും ലൈവിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കള്ളം പറയാനും പറ്റത്തില്ല, സത്യം പറയാനും ഇപ്പം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കേട്ടോ ഞാനങ്ങനെ പിന്നീടാവട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. അധികം സന്തോഷത്തോടെ ഇരുന്ന് പറയുന്ന കാര്യമൊന്നുമല്ല. പിന്നെ എപ്പോഴും എനിക്കിങ്ങനെ ചിരിച്ച് സംസാരിക്കാനാട്ടോ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ എൻ്റെ ലൈവിലായാലും എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് എനിക്ക് കമൻസ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി സൗദിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നിങ്ങളെയും കൂടെ അറിയിക്കണമല്ലോ, അതുകൊണ്ടാണ്. എങ്ങനെയായിരുന്നോ സൗദിയിൽ വെച്ച് എന്നോട് ഇഷ്ടം തോന്നിയത്, എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ എനിക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മളിപ്പോൾ ഒരു റെൻ്റൽ ഹോം ആയിരുന്നല്ലോ താമസിച്ചിരുന്നത്. നമ്മൾ ഈ മാസം ഒരു 20-ാം തീയതി കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ലീസിന് വീടെടുത്തിട്ടുണ്ട്. അങ്ങോട്ടായിരിക്കും പോകുന്നത്. അത് കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിപ്പം ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ജോബ് വേക്കൻസിക്കായിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഷാജറ 138 ഷജറ ഷാജഹാൻ എൻ്റെ ഫേസ്ബുക്ക് ID ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. വെരി സാഡായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി സൗദിക്ക് പോകാൻ പറ്റത്തില്ല എന്നല്ല, അവിടെ ഇനി ജോലിക്ക് കയറാൻ പറ്റില്ല. കോക്കോയെ മിസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഔട്ട് പോസ്റ്റ് ഗ്ലോബൽ സൊല്യൂഷൻ എന്നാണ്. കരിക്കോടാണ് കേട്ടോ, കൊല്ലം കരിക്കോടാണ്. അപ്പം ജോബിന് ആവശ്യമുള്ളൊരു മെഡിസിൻ സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ജെന്യൂനായിട്ടുള്ള 100% ജെന്യൂനായിട്ടുള്ള ഒരു ഓഫീസാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ ഇൻസ്റ്റാ പേജ് ഷാജറ 138 എന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെടാം. ഓഫീസിൽ വരാം, എന്നെ കാണാനുള്ളവർക്കൊക്കെ ഇവിടെ വരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.